Hello everyone, welcome to Anatomy and Coding Hub. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഹ്യൂമൻ അനാട്ടമിയെക്കുറിച്ചും മെഡിക്കൽ കോഡിംഗ് ആൻഡ് മെഡിക്കൽ ടെർമിനോളജി ഈ ടോപ്പിക്കുകളെ കുറിച്ചുള്ളൊരു ബേസിക് ആൻഡ് സിമ്പിൾ നോളജാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അനാട്ടമി. വാട്ട് ഈസ് അനാട്ടമി? Anatomy is the study of the structure of the human body. നമ്മുടെ ഹ്യൂമൻ ബോഡീൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ളൊരു പഠനമാണ് അനാട്ടമി എന്ന് പറയുന്നത്. ദെൻ ദ ടേം ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് അനാട്ടോം. അനാട്ടോം എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് അനാട്ടമി എന്നുള്ള ടേം ഒറിജിൻ ചെയ്തിരിക്കുന്നത്. സോ എന്താണ് പറയുന്നത്? അനാട്ടോം. എന്താണ് അനാട്ടോം? അന മീൻസ് അപ്പ്, ടോം മീൻസ് കട്ടിങ്, ദാറ്റ് ഈസ് ഡിസെക്റ്റിംഗ് ഓർ കട്ടിങ് അപ്പ്. സോ നമ്മുടെ ഹ്യൂമൻ ബോഡീനെ കട്ട് ചെയ്യുന്നു അല്ലേ? സോ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അതിനകത്തുള്ള ഇൻറ്റേർണൽ ഓർഗൻസിനെ കാണാനും സ്റ്റഡി ചെയ്യാനൊക്കെ കഴിയുന്നു. സോ അതാണ് ഈ അനാട്ടമിയിലൂടെ പറയുന്നത്. It maps how cells, tissues and organs are arranged to form the whole body. ഇതെന്താണ് പറയുന്നത്? നമ്മുടെ ഈ ബോഡിക്കകത്ത് എങ്ങനെയാണ് ഈ സെൽസും ടിഷ്യൂസും ഓർഗൻസും ഇതൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ അനാട്ടമിയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സോ ഞാനിവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അനാട്ടമി ഓഫ് ദി ഹ്യൂമൻ ബോഡി. ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ബ്രെയിൻ, സ്കൾ, ഈസോഫേഗസ്, ലങ്സ്, സ്റ്റൊമക്ക്, ലിവർ. സോ അങ്ങനെ ഒരുപാട് ഓർഗൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതുപോലെ നമ്മുടെ ബ്ലഡ് വെസൽസ്, ലിംഫ് നോഡ്സ്, മസിൽസ്, നെർവ്സ്. സോ നമുക്കറിയാം ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് അല്ലേ? സോ എന്താണ് പറയുന്നത് ഇവിടെ? എന്തൊക്കെ ബോഡി പാർട്സാണ് നമുക്കുള്ളത്, അതുപോലെ ഇതൊക്കെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ആൻഡ് ഇതൊക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് നമ്മുടെ ഈ ഹ്യൂമൻ അനാട്ടമി എന്ന് പറയുന്നത് അല്ലേ? സോ നമുക്ക് ഇതിൻ്റെ കുറച്ച് സബ് ഡിവിഷൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ മെയിൻലി ഞാനൊരു 3 സബ് ഡിവിഷൻസാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഗ്രോസ് അനാട്ടമി, ദ സ്റ്റഡി ഓഫ് മേജർ ബോഡി സ്ട്രക്ചേഴ്സ് ലാർജ് ഇനഫ് ടു ബി എക്സാമിനഡ് വിത്ത് ദ നേക്ഡ് ഐ. ഇതെന്താണ് പറയുന്നത്? നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ബോഡി സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലേ? അത് ഇപ്പം എന്താ പറയുക, നമ്മുടെ ബ്രെയിന്, ദെൻ ഹേർട്ട്, ലങ്സ് ആൻഡ് ബോണ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുന്ന ബോഡി ഓർഗൻസ് ആണ് അല്ലേ? സോ അത്തരത്തിലുള്ള ബോഡി ഓർഗൻസിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഈ ഗ്രോസ് അനാട്ടമി എന്ന് പറയുന്നത്. ആൻഡ് മൈക്രോസ്കോപ്പിക് അനാട്ടമി, the study of structural units that require magnifying tools like microscope. അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ബോഡി സ്ട്രക്ചേഴ്സ് ലൈക്ക് നമ്മുടെ സെൽസ്, ടിഷ്യൂസ്. സോ ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല അല്ലേ? സോ ഇതൊക്കെ എൻലാർജ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മൈക്രോസ്കോപ്പ് പോലുള്ള മാഗ്നിഫൈങ് ടൂൾ വേണമല്ലേ? സോ അത്തരത്തിൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഈ സ്റ്റഡീസിനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് അനാട്ടമി എന്ന് പറയുന്നത്. Then developmental anatomy, the study of structural changes in an organism over its lifespan from a fertilized egg to adulthood. ഇവിടെ എന്താണ് പറയുന്നത്? നമ്മുടെ ലൈഫ് സ്പാനിനനുസരിച്ചിട്ട് മാറുന്ന നമ്മുടെ ബോഡി സ്ട്രക്ചർ. അതായത് നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ഉള്ള നമ്മളാണോ വലുതായാലുണ്ടാവുക? അല്ലല്ലോ. നമ്മുടെ ഒരുപാട് ബോഡി ഓർഗൻസിനൊക്കെ ഒരുപാട് മാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലേ? അതിൻ്റെ ഷേപ്പിന്, അതിൻ്റെ സ്ട്രക്ചറ്. സോ അത്തരത്തിലുള്ളൊരു മാറ്റത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് എന്താണ് ഈ ഡെവലപ്മെൻറ്റൽ അനാട്ടമി എന്ന് പറയുന്നത്. സോ ഈ 3 ഡിവിഷൻസാണ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഇനിയും ഡിവിഷൻസ് വരുന്നുണ്ട്. സോ മെയിൻ ആയിട്ടുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ദെൻ അനാട്ടമിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആൻഡ് മോർ വീഡിയോസ് നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് നോക്കാം. സോ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.